ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഒരു ഫോട്ടോയിലെ എഫക്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കെങ്ങനെ ഒരു വീഡിയോ സ്റ്റാറ്റസ് നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഫോട്ടോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ താഴെയുള്ള ഓപ്ഷനുകളിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ 3:4 എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ ഇവിടെ കാണാൻ സാധിക്കും താഴെ. അപ്പോൾ അതിൽ ഒരു 3:4 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ നമ്മുടെ വിരലുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് നമുക്ക് എത്രത്തോളം സൂമിങ് വേണോ അത്രത്തോളം സൂം ചെയ്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ മറയ്ക്കുന്ന വിധത്തിൽ സൂം ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ നമുക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ലൂണാർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടാമത് കാണുന്ന ഡാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ മുകളിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അത് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ വീണ്ടും നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ നമുക്ക് ക്യാൻവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 9:16 എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് താഴെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഈ കളറുകളിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഈ താഴത്തെ ഓപ്ഷൻ ഇങ്ങോട്ട് നീക്കിയിട്ട് PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ആ ഫോട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ മാസ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മൂന്നാമതായിട്ട് കാണുന്ന മാസ്കിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫേസ് മാത്രം വരുന്ന വിധത്തിൽ ഈ ആ സൈഡിലുള്ള ആരോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ ഫേസ് മാത്രം കിട്ടുന്ന വിധത്തിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മേളിൽ നിന്നും വലിച്ച് വെച്ച് ഫേസ് മാത്രം കിട്ടുന്ന വിധത്തിൽ നമ്മൾ അതിനെ ചെറുതാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ താഴെയായിട്ട് നമുക്കൊരു റൗണ്ട് കാണാം. ആ സ്ക്വയറിൻ്റെ നേരെ താഴെ കാണുന്ന ആ റൗണ്ടിൽ നമ്മൾ താഴോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡ് ഇതിൻ്റെ താഴെ തന്നെ ഈ ഫോട്ടോയുടെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ആരോയിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. എന്നിട്ട് എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം വലിപ്പത്തിൽ നമുക്കതിനെ കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇച്ചിരി കൂടെ ലൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം. അതുപോലെ കോൺട്രാസ്റ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും മുകളിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇൻഷോട്ട് ബാക്ക് അടിച്ചു. വീണ്ടും നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് സ്റ്റാറ്റസ് വീഡിയോയാണ് നിർമ്മിക്കേണ്ടത്. അപ്പം വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ആ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന റൗണ്ടിലുള്ള ഗ്രീൻ കളർ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർ മാർക്ക് കാണാൻ സാധിക്കും. ആദ്യം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. പരസ്യമൊക്കെ വരും. അതുവരെ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വാട്ടർ മാർക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര സെക്കൻഡ് ഡ്യൂറേഷൻ വേണമെന്നുള്ളതൊക്കെ നമുക്കിവിടെ ഈ ഒരു ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഒരു 10 സെക്കൻഡ് ഡ്യൂറേഷൻ വെക്കുകയാണ്. 10 സെക്കൻഡിൽ കൊണ്ടുവച്ചു, ടിക്ക് മാർക്ക് കൊടുത്തു. അതല്ല നിങ്ങൾക്ക് ഇനി 30 സെക്കൻഡ് വേണമെങ്കിൽ ഈ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട്
നിങ്ങൾക്കിവിടെ 30 സെക്കൻഡ് വേണമെങ്കിൽ അത് എത്ര 30 ഇത് കൊടുത്തിട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ഞാനൊരു 10 സെക്കൻഡ് വെക്കുകയാണ്. 10 സെക്കൻഡ് വെച്ചു, ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ 10 സെക്കൻഡ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ഈ ഓപ്ഷനുകളിൽ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഫക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ എഫക്റ്റുകൾ വരും. അപ്പം നമ്മളിത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ്, ബ്ലാക്ക്, ബ്രൈറ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എത്രത്തോളം നമുക്കതിൻ്റെ ഇത് എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ളതാണ്, കാരണം ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. കണ്ടില്ലേ എങ്ങനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് സ്പീഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ എഫക്റ്റിൻ്റെ ആ ഒരു ലെയറിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ലെങ്ത് കൂടുന്നതായിരിക്കും. അത് നമ്മൾ ഈ ഒരു ആദ്യത്തെ ഫോട്ടോയുടെ ആ ഒരു ലെങ്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനിയാണ് നമ്മളിതിലേക്ക് ലിറിക്സ് ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഈ ഓപ്ഷനിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടി എന്ന് എഴുതിയൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ടി എന്ന് എഴുതിയ ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു ലിങ്ക് നമുക്കിവിടെ ഈ ടൈപ്പ് ചെയ്യുന്നിടത്തായിട്ട് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പം ഞാൻ ഒരു രാത്രി കൂടി എന്നുള്ള ഒരു പാട്ടിൻ്റെ ലിറിക്സാണ് എടുത്തത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിന് എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു എഫക്റ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇതിൽ കാണുന്ന ഏത് എഫക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കൊടുക്കാം. ഇനി വേറൊരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഈ ഒരു ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, ആ ഒരു കളറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോണ്ട് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതിനുശേഷം ഫോണ്ടിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഫോണ്ട് കിട്ടും. കണ്ടില്ലേ, പലതരത്തിലുള്ള ഫോണ്ടുകൾ നമുക്കിങ്ങനെ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് കിടക്കട്ടെ, അത്യാവശ്യം നല്ലൊരു ഫോണ്ടാണ്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ പാട്ട് പ്ലേ ചെയ്യുക. പാട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വരി പല നാളൊലഞ്ഞ മരിയാത്രയിൽ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത വരി കേൾക്കുക, ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, അതെവിടെ വരെയാണോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മിഴികൾക്ക് മുമ്പിൽ ഇതളാർന്നു നീ, അത് എവിടെ വരെ വരുന്നോ അവിടെ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ടെക്സ്റ്റിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വരികൾ ഫസ്റ്റ് വരി ഒഴികെ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ എറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വരി മാത്രമായിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചു. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വരി മാത്രം ഇങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത വരി അതുപോലെ തന്നെ രണ്ടാമത്തെ വരി മാത്രമായിട്ട് നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എറേസ് ചെയ്യുന്നു. ഇവിടെ അതിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും ആ ഫസ്റ്റ് വരി എറേസ് ചെയ്ത് കളയുക. ടിക്ക് മാർക്ക് കൊടുക്കുക. അതെവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. അടുത്ത ലെയർ ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് കൊടുക്കുക. മൂന്നാമത്തെ വരിയാണ്. എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ബാക്കി ഫസ്റ്റ് 2 വരികൾ കളഞ്ഞു. ടിക്ക് മാർക്ക് കൊടുക്കുക. അതും എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക.
അടുത്ത വരി സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് കൊടുക്കുന്നു, എറേസ് ചെയ്യുക. പിരിയാനൊരുങ്ങി നിൽക്കുകയോ. എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഫ്രണ്ടിലുള്ളതെല്ലാം കളഞ്ഞ് ആ ഒരു വരി നമ്മൾ കട്ട് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വരികൾ ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പാട്ടിൻ്റെ വരികൾക്കനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ വരും. ഇനി നമ്മളിതിലേക്ക് പാട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇവിടെയുള്ള ഓപ്ഷനുകളിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ആഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് മേളിൽ കാണാൻ സാധിക്കും മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓഡിയോ ഇതിൽ ഫയലിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏത് പാട്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ വോളിയം ഒന്ന് കുറച്ച് വെക്കുകയാണ്. പാട്ട് നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഏത് പാട്ടാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഓഡിയോ എന്ന് കാണുന്നത് സെലക്ട് ചെയ്യുന്നു. നമുക്കത് കേട്ട് നോക്കാൻ പറ്റും. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് പ്ലേ ആകുന്നതായിരിക്കും. എന്നിട്ട് നമ്മളിവിടെ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാട്ട് അവിടേക്ക് വരുന്നതായിരിക്കും. പാട്ട് എവിടെ വരെ വേണോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കി പാട്ടിൻ്റെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ എൻഡ് വരെ കൊണ്ടുവച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ബാലൻസ് പോയിട്ടുണ്ട്. ഇപ്പോൾ 10 സെക്കൻഡ് തന്നെ നമുക്ക് ആ മ്യൂസിക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തു, ഇവിടെ വെച്ചു. വീണ്ടും അതിലൊരെണ്ണം സെലക്ട് ചെയ്തു, സ്വല്പം ചെറുതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു. വീണ്ടും അതിൻ്റെ ഒരെണ്ണം സെലക്ട് ചെയ്തു, അതുകൂടെ സ്വല്പം ചെറുതാക്കുന്നു, ഇവിടെ ഇട്ട് വെക്കുന്നു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ലവിൻ്റെ ആ ഒരു സ്റ്റിക്കറെല്ലാം നമ്മൾ ഈ ഒരു സൈഡിൽ വലിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലെങ്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. എല്ലാം അതുപോലെ കൊണ്ടുവെക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മളിത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അതിനുശേഷം നമ്മൾ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അത് സേവ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണിത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.